എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇന്നത്തെയും ഇനി വരാൻ പോകുന്ന വീക്കിലെയും ട്രെൻഡിങ് എന്ന് പറയുന്നത് നമ്മുടെ ദിയ കൃഷ്ണയുടെ പ്രസവം. കാരണം നമ്മുടെ കൃഷ്ണകുമാർ സാറിൻ്റെയും സിന്ധു മാമിൻ്റെയും 4 മക്കളിൽ രണ്ടാമത്തെ ആളാണ് ദിയ കൃഷ്ണ. അപ്പോൾ ദിയ കൃഷ്ണയാണ് ആദ്യത്തെ ആ കുടുംബത്തിൽ നിന്നും കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ദിവസം ദിയ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടായിരുന്നു. ദിയ ചെന്നൈയിൽ വെച്ച് ഒരു കൈനോട്ടക്കാരനോട് ചോദിച്ചായിരുന്നു ഏത് കുഞ്ഞായിരിക്കും പിറക്കുക എന്ന്. ആ വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ദിയയ്ക്ക് ഒരു ആൺകുഞ്ഞ് പിറക്കുമെന്നാണ് അന്ന് തന്നെ ആ ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞിരുന്നത്. അപ്പോൾ അത് വിശ്വസിച്ചാൽ ഇല്ലെങ്കിലും അത് സത്യമായി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ ദിയയുടെ പ്രസവമാണ് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് അതിനെപ്പറ്റി നല്ല കാര്യവും പറയുന്നുണ്ട്, ബാഡായിട്ടുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. കാരണം എന്നോട് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ദിയ അതിൽ ഒരുപാട് പേർക്ക് ഒരു ഉത്തരമാണ് ആ വീഡിയോയിലൂടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ റിലേറ്റ് ചെയ്യുന്നു. കളിമണ്ണ്, നമ്മുടെ ശ്വേതാ മേനോൻ്റെ ഫിലിമും ഇതുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്ത് പറയുന്നു. ഇതിലെന്താണ് ആ കുഞ്ഞ് നമ്മുടെ അപ്പർ ബോഡിയാണ്, ദിയയുടെ അപ്പർ ബോഡിയാണ് ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അത് താഴോട്ട് എന്താണ് സംഭവിക്കുന്നതെന്നും അവിടെ ഇല്ല. അവർ പുതപ്പ് മൂടിയിട്ട് ദിയയ്ക്ക് ഉണ്ടാവുന്ന ആ പെയിനിൽ, ദിയയുടെ ഫേസിലുണ്ടാവുന്ന മാറ്റങ്ങൾ, എക്സ്പ്രഷൻസ്, ഇതൊക്കെയാണ് ആ വീഡിയോയിലുള്ളത്. ആ ദിയയുടെ മുഖത്തിലുള്ള ഓരോ കോൺട്രാക്ഷൻസ് സംഭവിക്കുമ്പോഴും ദിയയുടെ മുഖത്ത് വരുന്ന ആ പെയിന് കൊണ്ടുണ്ടാവുന്ന ഓരോ ഭാവങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ സങ്കടം വരും. അതായത് മാതൃത്വമുള്ള അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഏതൊരാൾക്കും ആ ഒരു വീഡിയോ കാണുമ്പോൾ ഒരു സെക്കൻഡെങ്കിലും കണ്ണ് നിറയും. കാരണം മുമ്പ് തന്നെ ഇപ്പോൾ ഒരുപാട് പേര് അതിൽ കമൻറ്റ് വരുന്ന രീതികളെന്ന് വെച്ചാൽ, എന്തിനാണ് ഇങ്ങനെ പ്രസവമൊക്കെ ഇങ്ങനെ ലൈവായിട്ട് തുറന്ന് കാണിക്കുന്നത്, ഇതൊക്കെ മോശമാണ്, ഇതൊക്കെ പാരമ്പര്യത്തിനെതിരാണ്, ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല. അതിനിടയിൽ മറ്റു കുറേ പേര് വന്ന് കമൻ്റ് ഇടുന്നുണ്ട്, സ്ത്രീകൾ തന്നെയാണ് കേട്ടോ. അവർ വന്ന് പറയുന്നുണ്ട്, പിന്നെ ആ കുട്ടി ആരും ഇല്ലാണ്ട് ഒരു ഇരുട്ട് റൂമിൻ്റെ അകത്ത് കണ്ട നേഴ്സുമാരുടെ വായിരിക്കുന്നതും കേട്ട് അങ്ങനെ കിടക്കണമോ എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു കൺസെപ്റ്റ് വരാൻ, അങ്ങനെ ഒരു ചോദ്യം അവിടെ വരാനുള്ള കാരണം എന്ന് വെച്ചാൽ, ദിയ കൃഷ്ണയുടെ ഫാമിലി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന, അവരധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ വെച്ച് അവർ ജീവിക്കുന്നവരാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അവർക്ക് ഈ കിംസ് പോലുള്ള ആശുപത്രികൾ ഈസി ആയിട്ട് തിരഞ്ഞെടുക്കാം. പക്ഷേ സാധാരണക്കാരൻ്റെ അവസ്ഥ അതല്ല. അത് മനസ്സിലാക്കണം. അവരുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, അതുകൊണ്ട് അവർ വലിയ ഹോസ്പിറ്റൽ തിരഞ്ഞെടുത്തു. അവർക്ക് എല്ലാവർക്കും നിൽക്കാൻ, അവരുടെ മകളോടൊപ്പം അല്ലെങ്കിൽ വൈഫിനോടൊപ്പം സിസ്റ്ററിനോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ എന്നുള്ള രീതിയിലായിരിക്കണം അവർ കിംസ് ഹോസ്പിറ്റൽ സെലക്ട് ചെയ്തത്. ട്രിവാൻഡ്രത്തെ ഏറ്റവും നമ്പർ 1 ഒരു ഹോസ്പിറ്റലാണ് കിംസ് ഹോസ്പിറ്റൽ ആനേറയുള്ള. അപ്പോൾ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥയാണെങ്കിലോ ഇപ്പം ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 വർഷം മുന്നേ ഉള്ള പോലെ അല്ല ഇപ്പോൾ നമ്മുടെ ഒപ്പം സപ്പോർട്ടിന് സ്വന്തം അമ്മയെ ലേബർ റൂമിലേക്ക് കയറ്റുന്നുണ്ട്. പക്ഷേ ലേബർ റൂമിലേക്ക് അമ്മയെ കയറ്റുമ്പോൾ ഒരുപാട് പേർക്കത് സപ്പോർട്ട് ആവുമെങ്കിലും പക്ഷേ ചില അമ്മമാർക്ക് ഈ മക്കൾ ഇത്രയും പെയിൻ അനുഭവിച്ച് അവിടെ കിടക്കുന്നത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ അതിങ്ങനെ ഞാൻ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഒരേ സമയം ഒരുപാട് പ്രസവങ്ങൾ നടക്കുന്നതാണ്. അപ്പം ഹസ്ബൻഡിനെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത് പെട്ടെന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഓരോ ഡെലിവറിക്കും ഓരോ റൂം എന്ന ഒരു കണക്ക് അവിടെ വരും. അപ്പോൾ ഞാൻ SIT ഹോസ്പിറ്റലൊക്കെ ഇങ്ങനെ ഈ അമ്മമാരെ ആദ്യം ഒരു റൂമിലേക്ക് കയറ്റുന്നത് ഇപ്പോൾ തുടങ്ങിയത് അടുത്ത് എങ്ങനെ ഹസ്ബൻഡിനെ കൂടെ അവരോടൊപ്പം ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന രീതിയിൽ ഒരു പ്ലാൻ കൊണ്ടുവന്നാണ് ഇപ്പോൾ അമ്മമാരെ കൂടി അവർ ലേബർ റൂമിനകത്തേക്ക് കയറ്റുന്നത്. മുമ്പ് അമ്മമാരെ കയറ്റില്ലായിരുന്നു. അപ്പോൾ ഇത് അതിൻ്റെ പുറകിലുള്ള ഒരു പ്ലാനാണ്. എന്തായിരുന്നാലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു 10 വർഷത്തിനുള്ളിൽ ഹസ്ബൻഡിനെ അലോ ചെയ്യാനുള്ള നിയമം എന്തായിരുന്നാലും വരും കേട്ടോ. സാധാരണക്കാരും പേടിക്കേണ്ട.
അപ്പോൾ നമുക്ക് വലിയ ഹോസ്പിറ്റലിൽ പോയാലേ നമുക്കിങ്ങനെ നമ്മുടെ കൂടെ നമ്മുടെ ഹസ്ബൻഡിനെ നിർത്താൻ പറ്റുന്നു, ഫാമിലി മെമ്പേഴ്സിനെ നിർത്താൻ പറ്റുള്ളൂ എന്നൊന്നും ഉള്ള ഇത് വരില്ല. ഒരു 10 years അതിനുള്ള മീറ്റിങ്ങും പ്ലാൻസും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ നമുക്ക് ആർക്കും അറിയില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമുക്കതിനൊക്കെയുള്ളൊരു പരിമിതികളുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും അഥവാ ഇപ്പോഴും ഞാൻ വായിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് നിങ്ങൾ അവിടുത്തെ സൂപ്രണ്ടിനോട് എൻ്റെ ഹസ്ബൻഡ് ഡെലിവറി ടൈമിൽ എൻ്റെ ഒപ്പം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ ദിയയുടെ ഹസ്ബൻഡ് നിന്നതുപോലെ നിങ്ങളുടെ ഹസ്ബൻഡിന് നിൽക്കാൻ പറ്റും. ഇപ്പം ഞാൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയുവാണ്, മാം അല്ലെങ്കിൽ സർ, സൂപ്രണ്ടിനോട് നമ്മളൊരു അപേക്ഷ പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് ഡെലിവറി ടൈമിൽ എൻ്റെ ഒപ്പം വേണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് എന്ന് നമ്മൾ നിർബന്ധമായിട്ടും പറഞ്ഞാൽ അതിനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവർക്കത് സമ്മതിച്ച് തന്നേ പറ്റും. അവർക്ക് ഹസ്ബൻഡിനെ അലോ ചെയ്യാനുള്ള നിയമം ഉണ്ട്. പക്ഷേ അതിപ്പോൾ ആർക്കും അങ്ങനെ ഒരുപാട് പേർക്കൊന്നും അതിനെപ്പറ്റി അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ ദിയയുടെ പ്രസവത്തിനെ പറ്റി ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഒരുപാട് പേർക്ക്, സ്ത്രീകളെ മോശമായിട്ട് പറയുന്നവർക്കും സ്ത്രീകളെ ഉപദ്രവിക്കുന്നവർക്കും, അതായത് ഒരു മനുഷ്യത്വം ഇല്ലാതെ സ്ത്രീകളെ പിച്ച് ചീന്തുന്നവർക്കും ഉള്ള ഒരു മറുപടി കൂടിയാണ്. എവിടെയെങ്കിലും ഇരുന്നൊക്കെ ആണുങ്ങൾ ഇത് കാണുന്നുണ്ടാവുമല്ലോ. എന്തായിരുന്നാലും ട്രെൻഡിങ് ആയി കഴിഞ്ഞു. അപ്പോൾ ഒരുപാട് പുരുഷന്മാർ എത്രമാത്രം പെയിനാണ് ദിയ അനുഭവിച്ചത്. അത് ദിയ മാത്രമല്ല, അത് ദിയെ റിസംബിളിങ് മാത്രമാണ്. ദിയെ മുന്നിൽ നിർത്തിയിരിക്കുന്നു. അതേ പെയിനാണ് സകലമാന അമ്മമാരും അനുഭവിച്ചതെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. അപ്പം നിങ്ങൾക്ക് ഈ വിഷയത്തിനെ പറ്റി എന്താണ് അഭിപ്രായം, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.